നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴ വള്ളിക്കുന്നത്ത് തെരുവുനായ ആക്രമണം, 5 പേർക്ക് കടിയേറ്റു. വീട്ടമ്മയുടെ മുഖം കടിച്ചുപറിച്ചു. ലഹരി മാഫിയയെ കുറിച്ച് തുറന്നു പറഞ്ഞതിന് യുവാവിന് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് വളാഞ്ചേരി സ്വദേശി നിസാമിന്. സർക്കാർ ഉറപ്പിന് പുല്ലുവില കൊടുത്ത ഗ്രാമീണ ബാങ്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ വീടും സ്ഥലവും ലേലത്തിൽ വെച്ചു. റോഡിലിറങ്ങേണ്ടി വന്നാൽ ആത്മഹത്യയല്ലാതെ വഴിയില്ലെന്ന് കുടുംബം. കൈലാസപ്പാറയിലെ ഭൂമി കൈയേറ്റത്തിൽ നടപടിയുമായി റവന്യൂ വകുപ്പ്. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ന്യൂസ് 18 ഇംപാക്ട്. കോടികൾ ചെലവിട്ടാലും തീരാത്ത മരണക്കെണി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പൊലിയുന്നത് ജീവനുകൾ. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് തിരിഞ്ഞു നോക്കാതെ ഭരണകൂടം. പെരുമ്പാവൂർ മലയിടം തുരുത്തിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ വീണ്ടും പ്രതിഷേധം. ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞ് MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം. പത്തനംതിട്ട കോന്നിയിലും കുഴൽമന്നത്തും റോഡ് അപകടങ്ങൾ. മരിച്ചത് 2 പേർ. വിഴിഞ്ഞത്ത് KSRTC ബസിൽ യാത്ര ചെയ്യവേ തല പോസ്റ്റിലിടിച്ച് ഒരു മരണം. വാർത്തകളിലേക്ക് വിശദമായി. ആലപ്പുഴ വള്ളിക്കുന്നത്ത് തെരുവുനായ ആക്രമണം, 5 പേർക്ക് കടിയേറ്റു. വീട്ടമ്മയുടെ മുഖം കടിച്ചുപറിച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ആലപ്പുഴ വള്ളികുന്നം പഞ്ചായത്തിൽ പള്ളിമുക്ക് പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 5 പേർക്കാണ് നായയുടെ കടിയേറ്റത്. നമ്മൾ CCTV ദൃശ്യങ്ങൾ കണ്ട മറിയാമ്മ എന്ന സ്ത്രീയുടെ മുഖത്ത് ആണ് നായയുടെ കടിയേറ്റത്. ഇവരെ ഒരു കുട്ടിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നായ കുട്ടിയുടെ നേരെ ആദ്യം പാഞ്ഞെടുക്കുന്നു. ഭയന്നോടിയ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറിയാമ്മ തടയുന്നു. തുടർന്ന് മറിയാമ്മയെ നായ ആക്രമിക്കുകയായിരുന്നു. നായ ചാടി വീണപ്പോൾ തന്നെ അവർ മറിഞ്ഞ് താഴത്തേക്ക് വീഴുന്നുണ്ട്. പിന്നീട് മുഖത്ത് കടിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ പ്രദേശത്ത് തന്നെയുള്ള അതേ വാർഡിൽ തന്നെയുള്ള 5 പേർക്ക് ആണ് കടിയേറ്റത്. ഇതിൽ ഗംഗാധരൻ, രാമചന്ദ്രൻ എന്നീ 2 ആളുകൾക്ക് ഗുരുതരമായ കടിയേറ്റു. അവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹരികുമാർ എന്ന വ്യക്തി കായംകുളം താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. നായയെ കൂടാതെ നിരവധി വളർത്തു മൃഗങ്ങൾക്കും അവിടെ കടിയേറ്റിട്ടുണ്ട്. ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നുള്ള സംശയവും ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. രാവിലെ 9 മണിയോടെ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആലപ്പുഴ വള്ളിക്കുന്നത്ത് തെരുവുനായ ആക്രമണം, 5 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. വീട്ടമ്മയുടെ മുഖം കടിച്ചുപിറിച്ചു. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ചേർന്നത് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ. മറ്റു വാർത്തകളിലേക്ക്. ലഹരി മാഫിയയെക്കുറിച്ച് തുറന്നു പറഞ്ഞ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് മർദ്ദനമേറ്റത്. ലഹരി മാഫിയയെയാണ് മർദ്ദിച്ചതെന്ന് നിസാം പറഞ്ഞു. ലഹരി മാഫിയയെക്കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ യുവാവിന് മാഫിയയുടെ ക്രൂര മർദ്ദനമേറ്റതായാണ് പരാതി. വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് കഴിഞ്ഞ ദിവസം രാത്രി മർദ്ദനമേറ്റത്. നാട്ടുകാരൻ കൂടിയായ അൻസാറാണ് മർദ്ദിച്ചതെന്നാണ് നിസാം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മാധ്യമങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് പരാമർശിച്ചായിരുന്നു മർദ്ദനമെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും നിസാം പറഞ്ഞു. കമ്പി എടുത്തിട്ട് തലക്കൊരടി അടിച്ച് കൈയിനടിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് വീണപ്പോൾ എൻ്റെ കഴുത്തിൽ ഷൂ കൊണ്ട് ചവിട്ടി. പിന്നെ
അവൻ്റെ കയ്യിൽ ചായ കൊണ്ട് നെഞ്ഞത്ത് കുത്തി. അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ അവൻ പറഞ്ഞിട്ട കാര്യം എന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം നോക്കുന്നുണ്ട്, അപ്പോൾ അന്നെ ഞാൻ ജീവിക്കാൻ അയക്കൂല, അന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത്. മർദ്ദനത്തിൽ നിസാമിന്റെ കൈക്കും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെ ലഹരി മാഫിയ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി നിസാം പറഞ്ഞു. അതേസമയം ലഹരി മാഫിയയോ വെളിപ്പെടുത്തലോ അല്ല മർദ്ദനത്തിന് കാരണമെന്നാണ് ആരോപണ വിധേയനായ അൻസാർ പറയുന്നത്. അൻസാർ സുഹൃത്ത് വഴി നിസാമിന് തന്റെ വാഹനം വാടകയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ വാഹനം പോലീസ് പിടിച്ചതിനെ തുടർന്ന് നിസാമിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായില്ല. ഇതേ തുടർന്നുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചതെന്ന് അൻസാർ പറയുന്നു. മുൻപ് MDMAയ്ക്ക് അടിമയായിരുന്ന നിസാം കഴിഞ്ഞയാഴ്ചയാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാനും നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ വൻ ഭൂമി കയ്യേറ്റം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി. താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നിട്ടപ്പെടുത്തും. തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ കൈലാസപ്പാറയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറിന്റെ ആവശ്യപ്പെട്ടനുസരിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതിനകത്ത് 2 ഭൂമിയും കൂടെ പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സർവേയർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട്. മേഖലയിൽ നിലവിലുള്ള പട്ടയ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല. റവന്യൂ പുറമ്പോക്ക് ഭൂമിക്കൊപ്പം നെടുങ്കണ്ടത്തെ NCC ഭൂമിയിൽ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. സർക്കാർ ഉറപ്പ് ലംഘിച്ച് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ വീടും സ്ഥലവും ബാങ്ക് ലേലത്തിൽ വെച്ചു. മീഞ്ച പഞ്ചായത്തിലെ ബാളിയാറിലെ തീർത്ഥയുടെ വീടാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയ പദവ് ശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. മീഞ്ച പഞ്ചായത്തിലെ ബാളിയാറിലെ എൻഡോസൾഫാൻ ദുരിതബാധിത തീർത്ഥയുടെ വീടാണ് കേരള ഗ്രാമീണ ബാങ്കിന്റെ മിയ പദവ് ശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. ഡ്രൈവറായ പ്രസാദ് ബീന ദമ്പതികളുടെ മകളാണ് തീർത്ത. ജന്മനാ തന്നെ ശാരീരിക വെല്ലുവിളിയുള്ള തീർത്തയ്ക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിലിറങ്ങേണ്ടി വന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. 2017 ക്യാമ്പിലുള്ളത് ലിസ്റ്റില് 511 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുള്ളതാ. പെൻഷൻ കിട്ടുന്നുണ്ട് എല്ലാ മാസവും. പിന്നെ 5 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് നല്ലൊരു തുക ഇപ്പോഴും ബാക്കിയുണ്ട് കടം. ഇപ്പൊ തന്നെ ഒരു 5 ലക്ഷത്തിന് മുകളിൽ വീണ്ടും കടമുണ്ട്. എന്നാലും ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇറക്കി വിടുന്ന കടം എന്ന് പറയുന്നത് ബാങ്കിലുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് നമ്മൾ തീർത്താൽ മതി. ഇറക്കി വിടുന്നത് കടപ്പാടം ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? അതേ ഉള്ളൂ ഇപ്പോൾ ടെൻഷനായിട്ടുള്ളത്. കൊച്ചിനെ കൊണ്ട് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 2014 മകളുടെ ചികിത്സയ്ക്കും കോൺക്രീറ്റ് ചെയ്ത് മാത്രം വെച്ചിരുന്ന വീടിന്റെ തേപ്പ് ജോലിക്കും മറ്റുമായി 2.5 ലക്ഷം രൂപ വീടിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തി വാങ്ങിയത്. ഇതിൽ 1.5 ലക്ഷത്തോളം രൂപ മാത്രമേ തിരിച്ചടക്കാനായുള്ളൂ. പിന്നീട് ഏതാനും വർഷമായി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി രംഗത്ത് വന്നത്. കടം ഇപ്പോൾ മുതലും പലിശയുമായി 5 ലക്ഷത്തോളം രൂപയായിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. 2.5 ലക്ഷം രൂപ ഉടൻ തിരിച്ചടച്ചാൽ ജപ്തി നടപടി ഒഴിവാക്കാമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ജപ്തിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. സ്ഥലം വിൽപ്പനയ്ക്കെന്ന് കാണിച്ച് ബാങ്ക് അധികൃതർ ഇതിനോടകം ഫ്ലക്സ് ബോർഡ് കെട്ടി. ജപ്തി നടപടികളുടെ പേരിൽ ഒരാളെ പോലും കുടിയിറക്കില്ലെന്ന് സർക്കാർ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരയുടെ കുടുംബം തന്നെ ജപ്തി ഭീഷണി നേരിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വിഴിഞ്ഞത്ത് KSRTC ബസിൽ യാത്ര ചെയ്യവേ തല പോസ്റ്റിലിടിച്ച് ഒരാൾ മരിച്ചു. പുളിങ്കുടി സ്വദേശി വെഞ്ചിലാസ് ആണ് മരിച്ചത്. കൊല്ലങ്കോട് സ്വദേശി റോബർട്ടിന് പരിക്കേറ്റു. തലയ്ക്ക്
പരിക്ക് പറ്റിയ ഇയാളെ വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കോടികൾ ചെലവഴിച്ചു നിർമ്മാണം പൂർത്തിയാകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മരണക്കെണിയെന്ന് വ്യാപക പരാതി. റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വർഷങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 3 മാസത്തിനിടയിൽ നടന്ന 10ഓളം അപകടങ്ങളിലായി 4-ലധികം ജീവനുകളാണ് AC റോഡിൽ പൊലിഞ്ഞത്. ന്യൂസ് 18 അന്വേഷണം. 23 കിലോമീറ്ററിലായി 800 കോടി രൂപ ചെലവഴിച്ചാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷൻ മുതൽ ചങ്ങനാശ്ശേരി പെരുന്ന വരെ നീളുന്ന റോഡ് KSTP നിർമ്മിക്കുന്നത്. ഊരാലിങ്കൽ സൊസൈറ്റിയും എവറോസ്കൻ എന്ന അസർബൈജാൻ കമ്പനിയും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറിലാണ് നിർമ്മാണം. ഡിസൈനും ഇവരുടേത് തന്നെ. 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരത്തിലുള്ള ഫുട്പാത്തുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ആദ്യത്തെ അപകടക്കെണി. ഇതിപ്പോ AC റോഡിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തിയ വാഹനമാണ്. ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുണ്ട്. ഇപ്പോ ഈ വൈറ്റ് ലൈൻ ഉള്ളിലേക്കാണ്. അതായത് റോഡിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തിന് അകത്തേക്ക് കയറ്റി മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ആണ്. അപകടകരമായ സാഹചര്യത്തിൽ വണ്ടി ഇങ്ങനെ ഇടേണ്ടി വരുന്നു. ഇനി ഫുട്പാത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫുട്പാത്തിന്റെ സാഹചര്യവും അതിനേക്കാൾ ദയനീയമാണ് എന്നുള്ളതാണ്. ഇത്രയും വീതിയാണ് ഈ ഫുട്പാത്തിനുള്ളത്. ഫുട്പാത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഫുട്പാത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ വീതി കുറവായതുകൊണ്ട് ഈ ഫുട്പാത്തിന്റെ ഭാഗം കൂടെ ഇതിനോട് അനുബന്ധമാക്കി മാറ്റിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അശാസ്ത്രീയമായി അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഫുട്പാത്ത് തന്നെ വീണ്ടും കയ്യേറിക്കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. റോഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിയന്തര ഘട്ടത്തിൽ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ സൈഡ് പാർക്കിംഗ് ഇല്ല. വാഹനം റോഡിലേക്ക് ഇറക്കി അപകടാവസ്ഥയിൽ വേണം നിർത്താൻ. കളർകോട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ചാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കളക്ടർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തതാണ് റോഡ് നിർമ്മാണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. മാമ്പുഴക്കരി, രാമങ്കരി, മങ്കൊമ്പ് ഭാഗങ്ങളിലായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അപകടങ്ങളിൽ 3 ജീവനുകളാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് 10-20ലധികം അപകടങ്ങൾ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ വന്ന 3 അപകടങ്ങൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഈ രാമങ്കരി പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നതാണ്. 2 പേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈ ജംഗ്ഷനിൽ വെച്ചും നമ്മുടെ മാമ്പഴക്കരി ജംഗ്ഷനിൽ വെച്ചും കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ ഭീകരമായ അപകടം ഉണ്ടായിരിക്കും. എത്ര പേരിപ്പം നിരാലംബരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെ 37 ബസ് സ്റ്റോപ്പുകൾ. ഒരിടത്ത് പോലും ബസ് ബേ ഇല്ല. ബസ് നിർത്തുന്നതും യാത്രക്കാർ ഇറങ്ങുന്നതും അപകടാവസ്ഥയിൽ. ഇരുഭാഗങ്ങളിലും ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ ടണലിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് വാഹനങ്ങൾക്ക് നൽകുന്നത്. ഓവർടേക്ക് ചെയ്താലോ മുന്നിലെ വാഹനം ബ്രേക്ക് ചവിട്ടിയാലോ അരികിലേക്ക് പോലും ഒതുക്കാനാകാതെ അപകടമുറപ്പ്. ഒരു സൈഡിൽ കനാൽ മാത്രം വരുന്ന റോഡിൽ എന്തിന് 2 സൈഡുകളിലും ഡ്രെയിനേജുകൾ അടങ്ങുന്ന ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നതിൽ എത്തി നിൽക്കുന്നു. ദേശീയപാതയ്ക്ക് പോലും ഫുട്പാത്ത് ഗ്രാവൽ ബേ ഒരുക്കി ഉയരത്തിൽ നിർമ്മിക്കാതെ പരമാവധി സൗകര്യം ഒരുക്കുമ്പോഴാണ് 800 കോടിയിൽ അപകടക്കെണി ആലപ്പുഴയിൽ പൂർത്തിയാകുന്നു എന്നതാണ് പ്രധാനമായ ആക്ഷേപം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. വടകര കൈവേലി റൂട്ടിൽ സർവീസ് നടത്തുന്ന മസാഫി ബസ് ഡ്രൈവർ കല്ലാച്ചേരി സ്വദേശി ഫഹദിനാണ് മർദ്ദനമേറ്റത്. ദേശീയപാതയിൽ ചോറോടാണ് സംഭവം. ബസിന് മുന്നിൽ കാർ നിർത്തി ബസ് തടഞ്ഞ് മർദ്ദിച്ചെന്നാണ് പരാതി. കാറിലുണ്ടായിരുന്ന 2 പേരാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ വടകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട കോന്നിയിൽ അപകടത്തിൽ ഒരു മരണം. കോന്നി സ്വദേശി നവാസാണ് മരിച്ചത്. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കോന്നി പൂങ്കാവിൽ വെച്ചാണ് അപകടം. പാലക്കാട് കുഴൽമന്ദത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ച് ഒരു മരണം. കാർ യാത്രക്കാരിയായ മുണ്ടൂർ വേലിക്കാട് സ്വദേശിനിയാണ് മരിച്ചത്. കുഴൽമന്ദത്ത് ചക്കരപ്പറമ്പിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. യുവതിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ച യുവതിയുടെ ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ കീഴായൂർ ലൌലി കോർണർ റോഡ് നവീകരണം പുരോഗമിക്കുന്നു. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പാത റബ്ബറൈസ് ചെയ്യുന്നത്.
ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളുങ്ങലിൽ നിന്ന് കീഴായൂർ ലൗലി കോർണറിലേക്കുള്ള പാതയാണ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവിലാണ് നവീകരണം. പട്ടാമ്പി ബ്ലോക്ക് LSGD വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല. നിലവിൽ പഴയ റോഡ് പൊളിച്ച് ആദ്യഘട്ട ലൈവിംഗ് പൂർത്തിയാക്കി. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുസിൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും പ്രദേശത്ത് സന്ദർശനം നടത്തി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് BMBC നിലവാരത്തിൽ ഇത് ഉയർത്തുന്ന, അതായത് നമ്മുടെ നാട്ടില് ഭാഷയിൽ പറഞ്ഞ റബ്ബറൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ഐറിഷ് ട്രെയിനിന്റെ കാര്യം കൂടി നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി പൊളിച്ച ഭാഗങ്ങളിൽ ഐറിഷ് ട്രെയിൻ ചെയ്യാനുള്ള പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഭാഗം കൂടി ഐറിഷ് കൂടുതൽ ചെയ്യേണ്ടി വരും. അതിനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ റോഡിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഇതിന്റെ GSP ഇട്ട് എല്ലാ പ്രവർത്തനം കഴിഞ്ഞു. ഇനി BMBC ആണ് ചെയ്യാനുള്ളത്. ഈ രണ്ടും ചെയ്യുന്നത് ഉടനെ തന്നെ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടൂർക്കരയിൽ നിന്ന് ലവ്ലി കോർണർ, നമ്മുടെ മഞ്ഞളുങ്കലിൽ നിന്ന് ലവ്ലി കോർണർ വരെ ഉള്ള റോഡ് വളരെ നല്ല റോഡായിട്ട് മാറും എന്നതിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റി ഭാഗത്തേക്ക് മറ്റൊരു റോഡ് മെയിൻ റോഡിന്റെ പുറമെ പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായി മാറുകയാണ്. റബ്ബറൈസ് ചെയ്താണ് റോഡിന്റെ നവീകരണം. പട്ടാമ്പി നഗരത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബൈപ്പാസ് റോഡായും ഉപയോഗിക്കാം. ന്യൂസ് 18 പട്ടാമ്പി. കുടുംബശ്രീ ജില്ലാതല ഭക്ഷ്യമേള ഫെബ്രുവരി 4 മുതൽ 8 വരെ പട്ടാമ്പിയിൽ നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. 30 കുടുംബശ്രീ സംരംഭകരാകും മേളയിൽ പങ്കെടുക്കുക. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ വിവിധ കഫേ യൂണിറ്റുകളുടെ രുചികരമായ വിഭവങ്ങളും തനത് ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കും. മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. പെരുമ്പാവൂർ മലയിടം തുരുത്ത് പാര്യത്ത് കാവിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ വീണ്ടും പ്രതിഷേധം. നടപടിക്കായി സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ MLA PV ശ്രീനിജന്റെ നേതൃത്വത്തിലുള്ളവർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് അഭിഭാഷക കമ്മീഷൻ തിരിച്ചുപോയി. നോട്ടീസ് നൽകാതെ ഒഴിപ്പിക്കൽ നടപടി അംഗീകരിക്കില്ലെന്നും നിയമാനുസൃത നടപടിക്ക് എതിരല്ലെന്നും MLA PV ശ്രീനിജൻ പറഞ്ഞു. സ്ഥലത്തെ താമസക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ട നടപടികൾ RDO സ്വീകരിച്ചില്ലെന്ന് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലൻ അറിയിച്ചു. മലപ്പുറം എടയൂർ അത്തിപ്പറ്റയിൽ കോഴി മാലിന്യ പ്ലാന്റിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളാണ് പ്ലാന്റ് കാരണം ദുരിതമനുഭവിക്കുന്നത്. എടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ പ്ലാന്റിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. പ്ലാന്റ് കാരണം 100ഓളം കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. അശാസ്ത്രീയമായും നിയമങ്ങൾ കാറ്റിൽ പറത്തിയുമാണ് പ്ലാന്റിന്റെ പ്രവർത്തനമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷം മുമ്പ് ആരോഗ്യവകുപ്പ് അധികൃതർ ഫാക്ടറി പരിശോധിച്ചിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണിച്ച് പഞ്ചായത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ നാട്ടുകാർ പ്ലാന്റിനെതിരെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പ്ലാന്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സമീപ പ്രദേശത്തെ ആളുകളൊക്കെ അതിന്റെ ഈ പൊല്യൂഷന്റെ ഭാഗം, ഈ സ്മെല്ല് അവർക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള പല വീടുകളിലും പോയി. അപ്പോൾ ശ്വാസം മുട്ടൽ അത് വർദ്ധിച്ചു വരുന്നു. പലതരത്തിലുള്ള അസുഖം ബാധിച്ച ആളുകളുണ്ട്. ആ അസുഖമൊക്കെ വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം CPIM നേതൃത്വത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ വീടുകളും പ്ലാന്റും സന്ദർശിച്ചു. എല്ലാ മാർഗവും ഉപയോഗിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നേതാക്കൾ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. പയ്യന്നൂരിലെ സ്കൂളിൽ നിന്നും ലാപ്ടോപ്പും ക്യാമറയും കവർന്ന യുവാക്കൾ പിടിയിൽ. കാങ്കോൾ സ്വദേശികളായ AG ജമീൽ, NP യഹിയ എന്നിവരെയാണ് ഇൻസ്പെക്ടർ KP ശ്രീഹരിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ 12-ാം തീയതി രാത്രിയായിരുന്നു പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിന്റെ ഓഫീസ് മുറി കുത്തിത്തുറന്ന് പ്രതികൾ ലാപ്ടോപ്പും ക്യാമറയും മോഷ്ടിച്ചത്. തൊട്ടടുത്ത ക്ലാസ് മുറിയും കുത്തിത്തുറന്ന നിലയിലായിരുന്നു. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്ന് കാസർഗോഡ് പനയാൽ കരുവക്കോട് സ്വദേശി V പ്രകാശിന്റെ ബുള്ളറ്റ് മോഷ്ടിച്ച ശേഷമാണ് ഇവർ പയ്യന്നൂരിൽ കവർച്ചയ്ക്കെത്തിയത്. സ്കൂളിൽ കവർച്ച നടത്തിയ ശേഷം ബുള്ളറ്റ് പെരുമ്പയിലെ ജ്വല്ലറിക്ക് സമീപം ഉപേക്ഷിച്ചു. എറണാകുളത്ത് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന മുഖ്യപ്രതി ജമീൽ കവർച്ചയ്ക്ക് ശേഷം എറണാകുളത്തേക്ക് മുങ്ങി. ഇതിനുശേഷം തിരിച്ചെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് കൂട്ടുപ്രതിയെയും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 പയ്യന്നൂർ.
വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തും. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്കാണ് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിവരുന്നത്. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനം. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുന്നത്. വരയാടിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം. ശരാശരി 2500 മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട്. കഴിഞ്ഞ 10 മാസം കൊണ്ട് 20 കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം. ന്യൂസ് 18 മൂന്നാർ. കൊതുക് നിർമ്മാർജ്ജനത്തിന് ശാസ്ത്രീയമായ ഒരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷകർ. ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് കൊതുകുകളുടെ കൂത്താടികളെ മാത്രമായി കൊല്ലുന്ന പെപ്റ്റൈഡ് അഥവാ ചെറിയ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇവരുടെ ഗവേഷണത്തിന് ഭാരത സർക്കാരിന്റെ പാറ്റന്റ് ലഭിച്ചു. കൊതുക് നശീകരണം എല്ലാ കാലവും എല്ലാവർക്കും വെല്ലുവിളി തന്നെയാണ്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പ്രദേശത്തെ കൊതുകുകളെ മാത്രമായി നശിപ്പിക്കുക ഏറെക്കുറെ അസാധ്യവുമാണ്. ഇതിനെല്ലാം ഒരു പ്രതിവിധിയാണ് ജന്തുശാസ്ത്ര പഠന വകുപ്പിലെ റിട്ടയർഡ് പ്രൊഫസറും സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഇൻ മോളിക്യുലാർ ബയോളജി സ്ഥാപകനുമായ ഡോക്ടർ VM കണ്ണനും ഗവേഷക വിദ്യാർത്ഥിനി M ദീപ്തിയും ചേർന്ന് കണ്ടെത്തിയ പെപ്റ്റൈഡ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവർ വിശദീകരിക്കുന്നു. ഒരു വലിയ പ്രോട്ടീൻ ആയിട്ടാണ് നമ്മൾ ക്ലോൺ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്ലോൺ ചെയ്തെടുക്കുന്ന ബാക്ടീരിയ ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഈ ഒരു റീകോമിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനെ ഉത്പാദിപ്പിക്കും. ഈ റീകോമിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനുള്ള ബാക്ടീരിയയെ നിർജ്ജീവമാക്കിയതിനു ശേഷം അത് നമ്മൾ കൂത്താടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഭക്ഷണ പദാർത്ഥമായിട്ട് ഈ ഒരു റീകോമിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂത്താടികളുടെ ദഹന വ്യവസ്ഥയിൽ എത്തുമ്പോൾ അന്നപഥത്തിൽ വെച്ചിട്ട് അത് ട്രിപ്സിൻ എന്ന എൻസൈം ക്ലീവ് ചെയ്തിട്ട് ഈ TMOF എന്ന പെപ്റ്റൈഡ് ആക്റ്റീവായിട്ടുള്ള പെപ്റ്റൈഡ് വേർതിരിച്ച് കിട്ടും. ഈ വേർതിരിച്ച് ആക്റ്റീവ് ആവുന്ന പെപ്റ്റൈഡാണ് ആക്ച്വലി ഈ ഒരു ട്രിപ്സിൻ ഇനി വരുന്ന ട്രിപ്സിൻ എന്ന എൻസൈമിൻ്റെ ഉൽപ്പാദനത്തെ നിർത്തുകയും അതുവഴി ഈ ഒരു കൂത്താടികളുടെ ഡെത്തിന് കാരണമാവുകയും ചെയ്യുന്നത്. നിലവിൽ കൊതുക് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികൾ ജലാശയത്തിലെ മറ്റു ജീവികളെയും മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. അതിനെല്ലാം പരിഹാരമാകും ഈ കണ്ടെത്തൽ. കൊതുകുകളുടെ ലാർവകളെ നശിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു ഇൻസെക്ടിസൈഡ് ഡെവലപ്പ് ചെയ്തതിന് നമുക്ക് ഈയിടെ ഇന്ത്യൻ പാറ്റന്റ് ലഭിക്കുകയുണ്ടായി. ഈ കണ്ടുപിടുത്തത്തിന് പുറകിലുള്ള പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത് കൊതുകുകളുടെ ലാർവകളെ അല്ലാതെ വെള്ളത്തിലുള്ള മറ്റ് ജീവികളെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്ന കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡുകളെല്ലാം തന്നെ മറ്റ് ജീവികളെയും അതുപോലെ മനുഷ്യനെയും ബാധിക്കുന്നവയാണ്. നിലവിൽ ഭാരത സർക്കാരിന്റെ പേറ്റന്റാണ് ഗവേഷണത്തിന് ലഭിച്ചിട്ടുള്ളത്. മോളിക്യുലാർ ബയോളജിയിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം പൂർത്തീകരിച്ചയാളാണ് ഡോക്ടർ കണ്ണൻ. പുതിയ കണ്ടുപിടുത്തത്തിന് അമേരിക്കൻ പേറ്റന്റ് ലഭിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഗവേഷകർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ TMOF പെപ്റ്റൈഡ് ഉൽപ്പാദിപ്പിക്കാൻ താൽപര്യമുള്ള കമ്പനികളോ സ്റ്റാർട്ടപ്പുകളോ മുന്നോട്ട് വരുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് അട്ടപ്പാടി താലൂക്ക് തല അദാലത്തിൽ മന്ത്രിയെ കണ്ട് അപേക്ഷ സമർപ്പിച്ച് വിദ്യാർത്ഥികൾ. കാരറ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിനികളായ ആര്യാധയും മയൂഖയുമാണ് സ്കൂളിന്റെ നവീകരണത്തിനുള്ള അപേക്ഷയുമായി എത്തിയത്. സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിച്ച് സ്കൂളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉറപ്പ് നൽകി. പ്രധാനാധ്യാപിക സിന്ധു സാജൻ, PTA പ്രസിഡന്റ് പ്രേമചന്ദ്രനുമൊപ്പമാണ് കുട്ടികൾ അദാലത്തിൽ പങ്കെടുത്തത്. മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫും വാങ്ങിയാണ് കുട്ടികൾ മടങ്ങിയത്.
പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 35ാം വാർഷികാഘോഷങ്ങൾ നടന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. രാജഗിരി ആശുപത്രി ഡയറക്ടർ ഫാദർ ജിജോ കാടവൻ, മിത്രധാം റിന്യൂവബിൾ എനർജി സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പിട്ടാപ്പിള്ളിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആനിവേഴ്സറി ഡബിൾ ഡിലൈറ്റ് ഓഫറിൽ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. ചെറുതും വലുതുമായ ഗൃഹോപകരണങ്ങൾക്ക് മിനിമം 2 വർഷമെങ്കിലും ഫ്രീ വാറന്റി ലഭിക്കുന്ന വിധത്തിലാണ് സ്കീം ഒരുക്കിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ ഫിനാൻസ് കസ്റ്റമേഴ്സിന് പരമാവധി 22,500 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 35 വർഷം മുമ്പ് 1990 ജനുവരി 30-ാം തീയതിയാണ് ഇതേ സ്ഥാനത്ത് പിട്ടാപ്പിള്ളി ഏജൻസീസ് ആദ്യമായി ആരംഭിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളെല്ലാം ആ സ്പേസിൽ ഞങ്ങൾ ഇച്ചിരി കൂടെ ഗ്രാൻഡായിട്ടൊക്കെയാണ് ചെയ്തത്. ആദ്യത്തെ ഷോറൂം എന്നുള്ളത് ഇവിടെ നിന്ന് ആരംഭിച്ച സ്ഥാപനമാണ് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തുമായി 82 ഷോറൂമുകളും അതുപോലെ ഏതാണ്ട് 1500-1600 നേരിട്ടുള്ള സ്റ്റാഫുകളും അത്രയും തന്നെ ഇൻഡയറക്റ്റ് സ്റ്റാഫുകളുമായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ വിദേശത്തെ നല്ല ജോലി രാജിവെച്ച് വന്ന് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഫീലല്ല ഇന്ന് എനിക്കുള്ളത്. വളരെ വളരെ സംതൃപ്തിയുള്ളൊരു മനസ്സോടുകൂടിയാണ് ഇവിടെ നിൽക്കുക. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്.